ഞാൻ കുറച്ച് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം കഴിയുമ്പോഴേക്കും എന്തെങ്കിലും ഒരു അടി നടക്കാൻ ചാൻസസ് ഉണ്ട്. അതേപോലെ തന്നെ അടി നടന്നിട്ടുണ്ട്. കാരണം ഇത്രയേ ഉള്ളൂ, നന്ദനയാണ് മെയിനായിട്ട് ഈ അടി തുടങ്ങാനുള്ള കാരണം. നന്ദന, അപ്സര അതുപോലെ തന്നെ അഭിഷേക്, ഇവർ 3 പേരും കൂടെ പവർ ടീമിനെതിരായിട്ട് ചൊറിയുന്നുണ്ടായിരുന്നു. അതായത് അപ്സര പറഞ്ഞു നന്ദനയുടെ അടുത്ത്, എടി നന്ദന നീ ഇങ്ങനെ പറയടി എന്ന് പറഞ്ഞു. അപ്പോൾ നന്ദന പറഞ്ഞു അപ്പുറത്തെ റൂമിലുള്ള പവർ ടീം കേൾക്കണ രീതിയിൽ ഇപ്പുറത്തെ റൂമിൽ നിന്ന് നന്ദന കാറി പറയുകയാണ്. അതായത് ഇങ്ങനെയാണ് നന്ദന പറഞ്ഞത്, അപ്സര ചേച്ചിയൊക്കെ പവർ ടീമിലുണ്ടായിരുന്നപ്പോൾ എന്ത് രസമായിരുന്നു, അപ്പോൾ കറക്റ്റ് സമയത്ത് ഫുഡ് കിട്ടും, എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഇപ്പോഴത്തെ പവർ ടീമുണ്ടല്ലോ, ഫുഡും കിട്ടില്ല, ഒരു തേങ്ങയും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നല്ല ചൊറിഞ്ഞു. ഇത് ശരണ്യ കേട്ടോടനെ വേഗം ചെന്ന് ഗബ്രിക്ക് മൂട്ടിക്കൊടുത്തു. ഗബ്രി ആണെങ്കിൽ ഇപ്പോൾ അപ്സരേനെ വെച്ചിട്ട് കിച്ചൺ ടീമിൽ അല്ലെങ്കിൽ കിച്ചൻ്റെ ആ ഏരിയ വെച്ച് തന്നെ പൊരിഞ്ഞടി. ലൈവ് കാണുന്നവർക്ക് മനസ്സിലാവും, ലൈവ് കണ്ടവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പൊരിഞ്ഞടി. ഗബ്രി പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളോട് ബിഗ് ബോസ് ഇതുവരെ തരാത്തൊരു രീതിയിലുള്ള ടാസ്ക്കാണ് തന്നിട്ടുള്ളത്. വേഗം ഒരുങ്ങി റെഡിയായിട്ട് ആ ക്വസ്റ്റ്യൻ തയ്യാറാക്കി വെക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും ഒരുങ്ങാൻ പോകണം. അപ്പോൾ ഇവിടെ കിച്ചൺ ടീമുകാർ കുക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ മതിയോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അപ്സര ചോദിക്കുന്നുണ്ട്, അപ്പോൾ തിന്നൊന്നും വേണ്ടേ, തിന്നാണ്ട് പോയി ഗെയിം കളിച്ച് ചാവണമെന്നാണ് നീ പറയണത് എന്ന രീതിയിൽ അപ്സരയുടെ പോയിന്റ് പറയണോ. ഈ രീതിയിൽ ഭയങ്കര ഫൈറ്റ്. അതിനിടയ്ക്ക് ശരണ്യയും ഗബ്രിയും കൂടെ സ്വന്തം പവർ ടീമിലുള്ളവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുന്ന ഒരു രംഗം കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ 2 പൊടപടാന്ന് പറഞ്ഞ അടി നടപ്പുണ്ട്. ഈ അടിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ദിലീപ് വരാൻ പോകുന്നത്. എന്തായാലും രാവിലത്തെ ഫുഡ് ഇവിടെ റെഡി ആയിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് രശ്മിൻ വന്നിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇത്രയും ദിവസം ടാസ്ക് ഉണ്ടായിരുന്നു, ഇത്രയും ദിവസം ടാസ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചൺ ടീം ഇവിടെ കുക്ക് ചെയ്യും, ടൈം ആകുമ്പോൾ കൃത്യം കുക്ക് കഴിഞ്ഞ് ഒറ്റ ഓട്ടോ ഓടി വരികയാണ്, ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇവർക്കും ചെയ്തുകൂടെ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഗബ്രി പറയുന്നുണ്ട്, അങ്ങനെ എങ്ങനെയാണ് ചെയ്യണത്, ഇതൊരു സ്പെഷ്യൽ ടാസ്ക് അല്ലേ, ഇതിലങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അവർ ഭയങ്കര അടിയാണ്. എന്തായാലും ഈ ബിഗ് ബോസ് വീട്ടിൽ എന്തൊക്കെ നടക്കുമെന്ന് കണ്ടു തന്നെ അറിയാം. ചിലപ്പോൾ ബിഗ് ബോസ് തന്നെ മൈക്കിൽ അനൗൺസ് ചെയ്യുമായിരിക്കും, അടിയൊക്കെ ഒഴിവാക്കി ഒന്ന് മാറി നിൽക്കുക, കുറച്ച് ടാസ്ക് ഉണ്ടെന്നൊക്കെ പറയുമായിരിക്കും. എന്തായാലും കണ്ടു തന്നെ അറിയാം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് വേണ്ടി മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.